നിങ്ങളുടെ ഫോൺ 100% സുരക്ഷിതമാകണമെങ്കിൽ നമ്മൾ ഫോണിൽ നിർബന്ധമായിട്ടും ഈ സെറ്റിങ്സുകൾ ഓഫ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറേ ഓപ്ഷൻസ് കാണും. അതിൽ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. ഇതേപോലെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആപ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ആപ്സ് കണ്ടോ, ഇതാണത്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷനെല്ലാം കാണാൻ കഴിയും. അതിൽ നിന്ന് നമ്മൾ ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു ആപ്ലിക്കേഷനാണ്. അതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പെർമിഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. കണ്ടോ, പെർമിഷൻ. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം വഴി ഓപ്പൺ ചെയ്യാൻ പെർമിഷൻ കൊടുത്ത ആപ്ലിക്കേഷൻ കാണാൻ കഴിയും. ഇതിൽ ക്യാമറ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് നോട്ട് അലോ എന്നാക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വീണ്ടും ബാക്ക് അടിക്കുക. അതിനുശേഷം ഫോട്ടോസ് ആൻഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഗൂഗിൾ ക്രോമിൽ അലൗഡ് ആണെങ്കിൽ അതും ഇതേപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക. ശേഷം വീണ്ടും ബാക്ക് അടിക്കുക. എന്നിട്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞ പെർമിഷൻ അലൗഡ് ആണെങ്കിൽ അത് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൂഗിൾ ക്രോമിൽ ഏതൊക്കെ പെർമിഷൻ അലൗഡ് ആക്കി കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും അതേപോലെ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസൊക്കെ ആക്സസ് ചെയ്യാൻ ഗൂഗിൾ ക്രോമിന് കഴിയും. അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുക. അപ്പോൾ ഗൂഗിൾ ക്രോമിൻ്റെ പെർമിഷൻ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതേപോലെ ഡിലേ ആക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യേണ്ട. ചില ഫോണിൻ്റെ അകത്ത് എബൌട്ട് ഫോണിലായിരിക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, ചിലതിൻ്റെ അകത്ത് നേരിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാണാൻ കഴിയും. അതിൽ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആൻഡ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ആണെങ്കിൽ നിങ്ങൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡായിട്ട് ഇൻസ്റ്റാൾ ആകും. അങ്ങനെ ഇൻസ്റ്റാൾ ആകുന്ന സമയത്ത് ഈ അപ്ഡേഷന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഗ്രീൻ ലൈൻ ആവും, അല്ലെങ്കിൽ ഡിസ്പ്ലേ അടിച്ചു പോകും. ഒരുപാട് പേർക്ക് പറ്റിയ മണ്ടത്തരമാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിങ്ങളുടെ ഫോണിൽ ഡിസേബിൾ ചെയ്യുക. നിങ്ങൾ വാർത്തയിൽ കേട്ടിട്ടുണ്ടാകും, ഡിസ്പ്ലേ ഗ്രീൻ ലൈനായി ഡിസ്പ്ലേ അടിച്ചു പോയി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ. അത് ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ടാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഓഫ് ചെയ്ത് വയ്ക്കുക.